താമരശ്ശേരി ഇരുതുള്ളിപ്പുഴ ഒഴുകുന്നത് കേവലം വെള്ളത്തിലൂടെയല്ല, കാലങ്ങളായി ആ നാട്ടുകാർ ഒഴുക്കിയ കണ്ണീരിലൂടെയും കൂടിയാണ്. മൂക്കുപൊത്താതെ ഒരു ശ്വാസമെടുക്കാൻ, സ്വന്തം വീട്ടുമുറ്റത്ത് സമാധാനത്തോടെ ഒന്ന് ഇരിക്കാൻ ആ മനുഷ്യർ അനുഭവിച്ച നെട്ടോട്ടത്തിന് ഒടുവിൽ ഒരന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളായി പ്രദേശവാസികളെ വീർപ്പുമുട്ടിച്ച ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൻ്റെ പൂട്ട് വീണിരിക്കുന്നു. ഈ വിജയത്തിന് പിന്നിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് വെറുമൊരു ഒത്തുതീർപ്പ് കരാറല്ല, മറിച്ച് മലബാറിൻ്റെ രാഷ്ട്രീയക്കാറ്റിൽ സംഭവിച്ച വലിയൊരു മാറ്റത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. വർഷങ്ങളോളം ആ ജനങ്ങൾ തെരുവിലായിരുന്നു. പുകയും ദുർഗന്ധവും വന്ന് വീർപ്പുമുട്ടിച്ചപ്പോൾ അന്നത്തെ LDF ഭരണകൂടവും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും എന്താണ് ചെയ്തത് എന്ന് നോക്കണം. സമരം നടക്കട്ടെ, ജനങ്ങൾ കിടന്ന് നിലവിളിക്കട്ടെ എന്ന മട്ടിൽ കണ്ണും പൂട്ടി ഇരുട്ടിൽ നിൽക്കുകയായിരുന്നു അവർ. ജനകീയ പ്രതിഷേധങ്ങളെ കേവലം ക്രമസമാധാന പ്രശ്നമായി മാത്രം കണ്ട് ഭരണകൂടത്തിൻ്റെ ക്രൂരമായ അനാസ്ഥയിൽ ആ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും നെഞ്ചിലാണ് അന്നത്തെ സർക്കാർ ആണിയടിച്ച് കയറ്റിയത്. പക്ഷേ ജനങ്ങൾ മാറ്റത്തിനായി വിരൽ ചൂണ്ടി. ഭരണം മാറി, കോൺഗ്രസ് അധികാരത്തിൽ വന്നു. VD സതീശൻ എന്ന മുഖ്യമന്ത്രി നാടിൻ്റെ അമരത്തെത്തിയതോടെ ആ കളിയുടെ നിയമങ്ങൾ തന്നെ മാറിമറിഞ്ഞു. അധികാരം എന്നത് ജനങ്ങളെ ഭരിക്കാനല്ല, അവർക്കൊപ്പം നിൽക്കാനാണെന്ന് തെളിയിക്കുന്നൊരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മുൻ സർക്കാർ വർഷങ്ങളോളം കുന്നുകൂട്ടിയിട്ട ഫയലുകൾക്കിടയിൽ നിന്ന് ജനങ്ങളുടെ ശ്വാസം തിരിച്ചെടുക്കാൻ ഈ സർക്കാരിന് അധിക സമയം വേണ്ടി വന്നില്ല. ജനങ്ങളുടെ സങ്കടങ്ങൾ നേരിട്ടറിഞ്ഞ സർക്കാരും ജനപ്രതിനിധികളും വളരെ കൃത്യമായ നിലപാടോടെ വിഷയത്തിൽ ഇടപെട്ടു. അങ്ങനെ 2026 ആഗസ്റ്റ് 8 താമരശ്ശേരി PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് MLA മാരായ PK ഫിറോസും CK കാസിം, MA റസാഖ് മാസ്റ്റർ, അതുപോലെ മുൻമന്ത്രി ഡോക്ടർ MK മുനീർ എന്നിവരുടെയും ഫ്രഷ് കട്ട് പ്രതിനിധികളുടെയും സമരസമിതി നേതാക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വളരെ നിർണായകമായ ആദ്യഘട്ട ചർച്ച നടന്നു. ഇതിന് പിന്നാലെ ഓഗസ്റ്റ് 19 തിരുവനന്തപുരത്ത് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും നടന്ന ചർച്ചയിലാണ് ആ അന്തിമ ധാരണ രൂപപ്പെട്ടത്. ചർച്ചയിലെ തീരുമാനപ്രകാരം 2027 മാർച്ച് 31 മുമ്പായി നിലവിലെ പ്ലാന്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഡിസ്മാൻഡിൽ ചെയ്യും. കമ്പനിക്ക് പുതിയ സ്ഥലം ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ തീയതിക്കകം ഇരുതുള്ളിപ്പുഴയുടെ തീരത്തു നിന്നും ആ പ്ലാന്റ് മാറ്റുമെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ജനവാസ കേന്ദ്രമല്ലാത്ത പുതിയ സ്ഥലം കണ്ടെത്തി പ്ലാന്റ് മാറ്റുന്നതിനും അതിനാവശ്യമായ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സർക്കാർ വകുപ്പുകൾ പൂർണ്ണമായി സഹകരിക്കാനും അങ്ങനെ തീരുമാനമായി. പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത് വരെ 2026 ആഗസ്റ്റ് 27 മുതൽ വീണ്ടും താൽക്കാലികമായി പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടെങ്കിലും അവിടെ ഒരു നിബന്ധനയുമുണ്ട്. പ്രതിദിനം 25 ടൺ മാലിന്യം മാത്രമേ സംസ്കരിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയല്ല, പ്രദേശവാസികൾക്ക് അസഹനീയമായ ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ കമ്പനി കർശനമായും ഉറപ്പുവരുത്തണം. അതീവ ഗന്ധമുണ്ടായാൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് സമരസമിതി കൃത്യമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗവും ഒപ്പുവെച്ചതോടെ നിലവിലുള്ള കോടതി കേസുകളും പോലീസ് പരാതികളും നിയമപരമായി പിൻവലിക്കുകയും ഒത്തുതീർപ്പാക്കുകയും ചെയ്യുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉത്തരവിനെതിരായ സ്റ്റേ ഓർഡർ കോടതി പരിഗണിക്കുമ്പോൾ ഇരുഭാഗത്തെയും അഭിഭാഷകർ ഈ വിവരം അറിയിച്ച് നടപടികൾ അവസാനിപ്പിക്കുകയാണ്. പ്ലാന്റ് പൂർണ്ണമായി മാറ്റിസ്ഥാപിച്ച ശേഷം ആ സ്ഥലം ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത മറ്റ് വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകുകയാണ്. ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. മാളങ്ങളിൽ ഒളിക്കുന്ന ഭരണാധികാരികളുടെ കാലം കഴിഞ്ഞുവെന്നും ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒച്ച കേട്ടാൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ഈ നാട് ഭരിക്കുന്നുണ്ട് എന്നുമുള്ള ഉറപ്പുള്ളൊരു സന്ദേശം. LDFൻ്റെ അനാസ്ഥയുടെ ചാരത്തിൽ നിന്ന് ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിൻ്റെയും VD സതീശൻ സർക്കാരിൻ്റെ രാഷ്ട്രീയ ആർജവത്തിൻ്റെയും വിജയം ഇരുതുള്ളിപ്പുഴയുടെ തീരങ്ങളിൽ ഇപ്പോൾ ഉറക്കെ മുഴങ്ങുകയാണ്.